ശരിക്കും വരികൾ അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കുമ്പോണ്ടല്ലോ ശരിക്കും നമ്മുടെ ഒരു ഇഷ്ടം പെട്ടെന്ന് ക്യാച്ചിയാണ് എല്ലാ പാട്ടും. അത് ശരിക്കും ഞാൻ ചില സമയം ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ശ്രീനേട്ടൻ്റെ ചേച്ചി പറയുമായിരുന്നു, ശ്രീനേട്ടൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഒരു മൂഡ് എന്ന് പറയുന്നത് ശ്രീനേട്ടൻ സ്മോക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി വരിക എന്ന് പറയും. അല്ല ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇഷ്ടമല്ല അങ്ങനെയൊക്കെ പറയും. അപ്പം ഹരിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ വരികളാണ്, പാട്ടാണ്, സ്ക്രിപ്റ്റുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. അതിനൊരു എന്താ പറയുക, ഒരു മെലഡിയസ് ആയിരിക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു ആ മൂഡ് ക്രിയേഷൻ എങ്ങനെയാണ്? ഒറ്റയ്ക്കിരിക്കണോ, സറൗണ്ടിങ്സ് വേണം, എങ്ങനെയായാലും എഴുതും. അങ്ങനെയാണ് ശീലിച്ചു വന്നത്. ഇപ്പോൾ ഒരിക്കൽ ഒരു പാട്ടിന് ഇങ്ങനെ വരി എഴുതി കൊടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഉണ്ട്. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം. 4 വരിയേ വേണ്ടു. പാട്ട് ഞാൻ പറയുന്നില്ല, 4 വരിയേ വേണ്ടു. അപ്പോൾ ഞാനൊരു പടം കാണാനിരിക്കുകയാണ് തൃശ്ശൂർ ശോഭാ മോളിൽ. അപ്പോൾ അവിടുന്ന് വിളിച്ചു, അങ്ങനെ ഇൻ്റർവെല്ലിന് വന്നു. അവൻ നോക്കുമ്പോൾ എവിടെ എഴുതാനുള്ളൊരു സ്പേസ് കിട്ടുന്നില്ല, എല്ലാം ക്രൗഡാണ്. എൻ്റെ കയ്യിൽ അന്ന് ഈ ഹെഡ്സെറ്റ് പോലുമില്ല, ഒരു ഫോൺ, വാട്സപ്പൊക്കെ ഉള്ളൊരു ഫോൺ മാത്രം. അപ്പോൾ ഇതിലിങ്ങനെ കേൾക്കുക, അപ്പോൾ നമ്മൾ ചെവിയിൽ വെച്ചാൽ കേൾക്കും, പക്ഷേ മൊത്തം ക്രൗഡാണ്. അങ്ങനെ പല സ്ഥലത്തും മാറി മാറി നോക്കി. അപ്പോൾ ഒരു തിരക്ക് ഒഴിഞ്ഞൊരു സ്ഥലം, അവിടെ നോക്കുമ്പോൾ അവിടെ ഫീഡിങ് റൂമാണ്. അപ്പോൾ അവിടെ ആരോടും ഇങ്ങനെ വന്ന് അവസാനം ഈ ട്യൂണ് കേട്ടു. ടോയ്ലറ്റിൻ്റെ അവിടെ വന്ന് നിന്നു. ടോയ്ലറ്റിൻ്റെ അവിടെ വന്ന് നിന്ന് നമ്മുടെ ഈ ഇപ്പം ഞാൻ അങ്ങോട്ടാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ കണ്ണ് വേറെ ഏതെങ്കിലും അങ്ങനെ അവിടേക്ക് ആവില്ല, നമ്മുടെ കണ്ണ് വേറെ. അപ്പൊ ഒരാൾ വന്നിട്ട് എന്തേ അവിടെ നിന്ന് വന്നിട്ട് ഞാൻ വേറെന്തോ അയാളെ നോക്കി നിൽക്കാന്ന് അയാൾ വിചാരിക്കണം. എന്നിട്ട് ഞാൻ അതിന്റെ ഒരു സൈഡിൽ പോയി നിന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അങ്ങനെയൊക്കെ അത് ആ സാഹചര്യം നോക്കൂ, സാഹചര്യം അങ്ങനെ വേണ്ടി വരും. അതാ ഒരു ലോൺലി ഏരിയ ഒന്നും വേണ്ട, അതിനായിട്ട് ഒരു റൂം ക്രിയേറ്റ് ചെയ്യണ്ട. പക്ഷെ അതൊക്കെ തമ്പുരാന്റെ അനുഗ്രഹം അല്ല. അത് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു കാലം നമുക്ക് അനുവദിക്കുന്നതാണ്. അത് എല്ലാ പാട്ടെഴുത്തുകാർക്കും ഈ അവസ്ഥയിലൊക്കെ പോയി നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ പോയിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഏതാണ്? കവിത എഴുതുമ്പോഴാണോ ഒരു പാട്ട് എഴുതും? രണ്ടും തന്നെയാണ്. പെയിൻ രണ്ടിലും ഉണ്ടായിരിക്കും, 2 രീതിയിലായിരിക്കും, രണ്ടിലും ഉണ്ടായിരിക്കും. പക്ഷെ ആഫ്റ്റർ ഓൾ നമ്മളെ പാട്ടെഴുത്തുകാരെന്നുള്ളതാണ് നിലനിർത്തുന്നത്. ഞാനിവിടെ ഇരിക്കുന്നത് പാട്ടെഴുത്തുകാരനായതുകൊണ്ടാണ്. അത് സത്യം. അല്ല എന്നാലും ഞാൻ ചോദിച്ചേ, അപ്പൊ അതിന് രണ്ടിനും അത് പറയാൻ പറ്റില്ല ചേച്ചി, രണ്ടിനും ഇഷ്ടമുണ്ട്. 50-50. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഒരു വലിയ എരിവും ബഹളവും ഒന്നും ഇല്ലാത്ത പോലെ, അതായത് ഹരി എഴുതുന്ന പോലെ ഭയങ്കര മെലഡിയസ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സോഫ്റ്റ് പാട്ടുകൾ എന്ന് പറയുന്നല്ലേ ഹരിക്ക് തരാൻ ഞാനൊരു ഇതേപോലെ വലിയ ബഹളം ഒന്നും ഇല്ലാതെ ഒരു നല്ല സോഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ആഹാരം ഉണ്ടാക്കും. അപ്പൊ കഴിച്ചിട്ട് വർത്താനം പറഞ്ഞാലോ? എന്നാ വരും. ഇത് ചൂടായിട്ട് തരാട്ടോ. പക്ഷെ വർത്താനം പറയുമ്പോൾ ചിലപ്പോ തണുത്തു പോയാലും നമുക്ക് ആദ്യം എങ്ങനെയാണ് കഴിച്ചിട്ട് പറയണം? എങ്ങനെയാലും കുഴപ്പമില്ല, വീട്ടിൽ നിന്ന് അടുത്തതാ കഴിക്കാറ്.